എല്ലാവർക്കും തിരുവോണദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ കുക്കിംഗ് തുടങ്ങാം. പുളിശ്ശേരിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളരിക്ക കണ്ടിച്ചിട്ട് അതിൽ പച്ചമുളകും ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളരിക്കയുടെ തന്നെ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. പച്ചമുളകും വെള്ളരിക്കയും കൂടെ ചെറുതായിട്ട് ഇറങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പ് ഇട്ട് വേവിച്ചൊന്ന് വെക്കുന്നുണ്ട്. അടുത്ത് ഏത്തയ്ക്ക പച്ചടിയാണ്. അതിനായിട്ട് നമ്മൾ 2 ഏത്തയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം വെള്ളം കൂടെ ചേർത്ത് ഇതും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളരിക്ക പച്ചടിക്കും വെള്ളരിക്ക പുളിശ്ശേരി ഏത്തയ്ക്ക പച്ചടി ഇതിനെല്ലാം ഒരേ അരപ്പ് കൂട്ടാണ്. തേങ്ങയും ജീരകവും മാത്രം അരച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അതങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ഇതും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്കിനി അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇതിനെല്ലാമായിട്ട് 1 ലിറ്റർ തൈര് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചടി കിച്ചടി പുളിശ്ശേരി എല്ലാത്തിനോടായിട്ടാണ് ഈ 1 ലിറ്റർ തൈര് എടുക്കുന്നത്. നമുക്കിനി അതിൻ്റെ അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ജീരകം ചേർത്ത് തേങ്ങ കുറേശ്ശെ അരച്ച് മാറ്റാം. നമ്മൾ ജീരകം കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഈ അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. തേങ്ങ നമ്മൾ പച്ചടിക്ക് ആദ്യം വെള്ളരിക്ക പച്ചടിക്കുള്ള അരച്ചെടുക്കാം. നമ്മുടെ വെള്ളരിക്ക പച്ചടിയുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ചൂടാക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി തൈരും കൂടെ ചേർത്ത് ഇളക്കി ഇങ്ങെടുക്കാം. അതേ ജാറിൽ തന്നെ നമ്മൾ ഏത്തയ്ക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് ജീരകവും തേങ്ങയും കൂടെ അരയ്ക്കുകയാണ്. ഏത്തയ്ക്ക പച്ചടിക്ക് ഏത്തയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് തൈര് ഒഴിച്ചാൽ മതി. പരിപ്പ് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. കുറച്ച് കുഞ്ഞുള്ളി പച്ചമുളകും നമ്മളുടെ ചെറുപയർ വറുത്ത് മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുക. ഏത്തയ്ക്ക പച്ചടിയുടെ ഏത്തയ്ക്ക അരപ്പ് കൂടി വെന്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് തൈര് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഇളക്കി യോജിക്കുക. ഇവിടെ ഏത്തയ്ക്ക പച്ചടി ആയിട്ടുണ്ട്. ഇനി കടു തളിച്ചാൽ മതിയേ. നമ്മൾ വെള്ളരിക്കയുടെ പച്ചടിയുടെ വെള്ളരിക്ക വേവിച്ച് അരപ്പായിട്ട് ചൂടാക്കാൻ വെച്ചില്ല. അതിൻ്റെ അകത്തൊക്കെ നമ്മൾ തൈര് ചേർക്കുകയാണ്. വെള്ളരിക്ക പച്ചടി ആയിട്ടുണ്ട്. ഏത്തയ്ക്ക പച്ചടി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരിയുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് തേങ്ങയും ജീരകവും കൂടി അതേ ജാറിൽ തന്നെ അരച്ച് ചേർക്കാം. പുളിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ ഒരല്പം ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. അതുള്ള വ്യത്യാസം. നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിക്കാം. നമ്മുടെ പുളിശ്ശേരിയുടെ അരപ്പും വെള്ളരിക്കയും കൂടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. കുറുകിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നീട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ കടുക് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുളിശ്ശേരിക്കും ഞാൻ ഒരുമിച്ചാണ് എടുത്തത്. നമ്മുടെ പച്ചടിക്കും കടുക് താളിക്കുകയാണ്. ഏത്തയ്ക്ക പച്ചടി. അപ്പോൾ കുറേ കടുക് വറ ഒരുമിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക പച്ചടി ആയിട്ടുണ്ട്. വെള്ളരിക്ക പച്ചടി പുളിശ്ശേരി 3 കറികൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് 2 എണ്ണം നമ്മൾ ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണേ. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ജീരകവും നമ്മൾ പിന്നെ കുറച്ച് കടുവും കൂടി ഇട്ട് അരച്ചെടുക്കും. ഇത് വെണ്ടയ്ക്ക ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കിച്ചടിക്കാണ്. വെണ്ടയ്ക്ക കിച്ചടിക്കും ബീറ്റ്റൂട്ട് കിച്ചടിക്കും. അപ്പോൾ രണ്ടിനും ഒരേ അരപ്പാണ്. തേങ്ങയും ജീരകവും കടുകും കൂടി ഒരുമിച്ച് അരച്ചെടുക്കാൻ പോകാം. ഓക്കെ, നമ്മൾ കിച്ചടിക്കായിട്ട് തേങ്ങയ്ക്കകത്ത് കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക കിച്ചടിക്കും ബീറ്റ്റൂട്ട് കിച്ചടിക്കും കൂടാണ്. കുറച്ച് തേങ്ങ കൂടുതലെടുത്ത് കഴിഞ്ഞാൽ രണ്ടിനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരച്ചെടുക്കുന്നത്. വെണ്ടയ്ക്ക വറുത്ത് വെച്ചിരുന്നതിൽ നമ്മൾ അരപ്പ് ചേർക്കുകയാണ് കിച്ചടിക്കുള്ള. അതേപോലെ തന്നെ ഞാൻ പാവയ്ക്കയും വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുകയാണ് കേട്ടോ. പൊടിച്ചില്ല പക്ഷെ
ഇനി ഇത് രണ്ടിലും ആവശ്യമുള്ള തൈര് നമുക്ക് ചേർക്കാം. നമ്മുടെ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക കിച്ചടിക്ക് കുറച്ച് കയ്പ്പൊക്കെ കാണും കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണേ. നമ്മൾ ഉപ്പിട്ടാണ് വറുത്തെടുത്തത്. ഓക്കെ, കടുക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്ക കിച്ചടിയായി, വെണ്ടയ്ക്ക കിച്ചടിയായി. ഇത് വേണേൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയേക്കണേ. നമ്മൾ തൈര് ചേർത്തിട്ട് ഒരുപാട് ചൂടാക്കാൻ പാടില്ല. ഇനി ബീട്രൂട്ട്, നമ്മൾ കിച്ചടി ഐറ്റംസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെണ്ടയ്ക്ക കിച്ചടി, പാവയ്ക്ക കിച്ചടി ആയിട്ടുണ്ട്. അതിൻ്റെ കടുവറ ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കാണാം. നമ്മുടെ കിച്ചടിക്കുള്ള ബീട്രൂട്ട് ഇതാ വെന്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. നമ്മൾ ബീട്രൂട്ടെല്ലാം ഇതാ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. പളിച്ചതിൻ്റെ അകത്തോട്ട് അങ്ങ് അരപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ലാസ്റ്റ് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ അരപ്പും ബീട്രൂട്ടൂടെ, വേവിച്ച ബീട്രൂട്ടൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പം ബീട്രൂട്ട് കിച്ചടി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് തൈരും കൂടി ചേർത്താൽ മതി കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അരപ്പും കൂടി ഒന്ന് അരച്ച് ചേർക്കണം. ബീട്രൂട്ട് അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ബീട്രൂട്ട് അരപ്പ് നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. പുളിക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് തീയിൽ വെച്ച് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലതായിട്ട് ചൂടായിട്ടുള്ള അരപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കിച്ചടികളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വെണ്ടയ്ക്ക കിച്ചടി, പാവയ്ക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, 3 തരം കിച്ചടികളും 2 തരം പച്ചടികളും റെഡിയായി. ഓൾറെഡി ഞാൻ 5 കൂട്ടം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പിനുള്ള അരപ്പ് ഇതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ജീരകം, കുഞ്ഞുള്ളി, തേങ്ങയും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പേസ്റ്റ് എടുത്ത് നമ്മുടെ പരിപ്പിനുള്ള അരപ്പാണ്. പരിപ്പിന് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കടുക് തളിച്ചേക്കാണ്. കറിവേപ്പിലയും കടുകും മുളകും ഇട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കടുക് തളിച്ചതിൻ്റെ അകത്ത് വേവിച്ച് വെച്ച് നമ്മുടെ നല്ല പയറാണ് അതങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുക. ഇത് നന്നായിട്ട് വെന്തിരിക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. എൻ്റെ പരിപ്പിനെന്താ ഈ കളർ നിങ്ങൾ വിചാരിക്കും. എനിക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നത് അത്ര താല്പര്യമില്ലേ. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ആ പരിപ്പിൻ്റെ ഒരു കളറ്, എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കളറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കട്ടെ. ഇതാ ഈ ഒരളവിൽ ഞാൻ വെള്ളം നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പുമായിട്ടുണ്ട്. ഇനി എനിക്ക് ഉണ്ടാക്കാനുള്ളത് എരിശ്ശേരിയും അവിയലും കൂടിയേ ഉള്ളൂ. പിന്നെ നമ്മുടെ അട ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അട വേവിച്ചിട്ട് ഞാൻ ശർക്കരയ്ക്കകത്ത് നന്നായിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും കൂടി എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇനി അടുത്ത് എരിശ്ശേരിക്ക് വേണ്ടിയതാ ഞാൻ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വേവിക്കാൻ പോകണം. അല്പം മഞ്ഞളും ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കട്ടെ. എന്നിട്ട് നമ്മൾ കായും ചേനയും പിന്നെ മത്തങ്ങയും കൂടി ഒരുമിച്ചാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇത് വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ചേർക്കുന്നുണ്ട്. ക്യാബേജ് ഇതാണ്ട് തോരൻ വെക്കാൻ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സവാളയും കൂടെ കുത്തി പൊടിച്ചിട്ട് തേങ്ങയിട്ട് നമുക്ക് കടുക് വറുത്തിങ് എടുക്കുക ചെയ്യുന്നത്. ക്യാബേജ് തോരൻ വെക്കാനൊക്കെ ഇതാ എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം, കറിവേപ്പില, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് സവാള, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയല്ല വേവിച്ചെടുക്കുക. തേങ്ങയും കൂടി ഇട്ടിട്ടാണ് നമുക്കത് ആവിയേറ്റെടുക്കാം. കുറച്ച് ഉപ്പും കൂടി. എരിശ്ശേരിക്കുള്ള അരപ്പങ്ങ് തയ്യാറാക്കുക. അപ്പോൾ തേങ്ങ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. എരിശ്ശേരി വേവിക്കാനായിട്ട് നമ്മൾ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കായും ചേനയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു സവാളയും കൂടി ഇട്ടിട്ട് ഉപ്പും നമ്മൾ അരപ്പ് അരച്ചില്ലേ അതും കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു വിസിലും കൂടെ അടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അരപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൽ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എരിശ്ശേരിയുടെ കൂട്ടെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് കടുക് താളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണം എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അവിയലിനുള്ള അരപ്പ് നമ്മൾ തയ്യാറാക്കുക. കുഞ്ഞിലിട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ജീരകം, തേങ്ങയും കൂട്ടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാതെ. നമ്മൾ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അവിയലും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലും ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വിളമ്പിയാൽ മാത്രം മതി കേട്ടോ.